കൊളുക്കുമലേ കൊളുക്കുമലേ ആണ് കൊളുക്കുമലേ. എന്താടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടി പോവാതെ ഇതിൽ ആളെ വിളിച്ച് കയറ്റരുത്. ഒരു തവള കണ്ണടി വെച്ച് ഇറങ്ങിയിരിക്കുന്നു. കൊളുക്കുമലേ കൊളുക്കുമലേ കൊളുക്കുമലേ, ആദ്യം പോണ വണ്ടി കൊളുക്കുമലേ കൊളുക്കുമലേ കൊളുക്കുമലേ. முதல்ல போற வண்டி இதுதான், ஆனா போய் சேருவது கடவுளுக்கு மட்டும் தான் தெரியும். ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ ശാപം. உயிருக்கு பயமுள்ள யாராவது இந்த வண்டியில ஏறுமா, எடுத்துட்டு போடா இந்த பாட்ட வண்டி. കുളുക്കുമലേ 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 ഇറങ്ങി വേ. புது வண்டி புது வண்டி புது வண்டி குளுக்குமலை 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 புது வண்டி புது வண்டி புது வண்டி கேறணும். குளுக்குமலை குளுக்குமலை കുളുക്കുമലേ ആദ്യം പോണ വണ്ടി. ആശാനെ പോവല്ലേ? പോവാ. നമുക്കൊന്ന് പെരിപ്പിച്ചാലോ? ഇവിടെ അത് വേണോ? ഒരു 4 ആള് കേറി കിട്ടുമെന്ന് വെച്ചിട്ടാ. അങ്ങോട്ട് മാറിക്കടാ. എഴുന്നേക്കടാ, വാ. ആള് കേറാനുണ്ട്, വണ്ടി വിടല്ലേ. ഇതൊന്ന് പിടിച്ചേ, ഇതുകൂടെ. അതൊന്ന് ഊതിക്കേ. എടോ ബഹളം വെക്കാതടോ, കോഴി പേടിക്കും. ഓ കാതറേ കാതറേ, എന്താ എന്താ മാത്ത? വന്നിട്ടുണ്ട്. ആര്? ആരടാ? പണി കിട്ടി ജിങ്കിടി ജിക്ക. പോവാണോ? ആശാൻ കാത്തിട്ടു, നമുക്കൊരു ചായ അടിക്കാം. ഓ വേണ്ട, നിങ്ങൾ വന്നല്ലോ നന്നായി. ഒരു ചായ. മധുരം കൂടുതൽ. അവിടെ അങ്ങനെ ഒരു പതിവില്ല. ഇനി നിങ്ങളോട് ഉണ്ടാവില്ലോ അല്ലേ? അല്ല, നിങ്ങളുടെ കൂര അവിടെ തന്നെയുണ്ട്. അതെ, വേണേല് നമ്മടെ കൂരയില് കിടക്കാം. ശരീരത്തിന് ഓരോടവും വന്നിട്ടില്ല. സാറേ, സാറൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തിന്? അല്ല, അവനെ അകത്താക്കാനായിട്ട് മുൻകൈ എടുത്തത് സാറാണല്ലോ. പിന്നെ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, എന്ത്? ജയിലിൽ നിന്ന് ഇറങ്ങി പ്രതികാരം ചെയ്ത് വീണ്ടും ജയിലിലേക്ക് പോയെന്ന്. ഒന്നും പറയാൻ പറ്റില്ലേ? ഒന്ന് പൊക്കിക്ക്. അല്ല, അവനെങ്ങാനും ഇനി സാറിനെ കൊല്ലുവോ? സാറേ, പറഞ്ഞു തീർന്നില്ല.
നീ ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഇവിടെ തന്നെ എത്തിയല്ലോ, നന്നായി. നിനക്കൊരു മാറ്റവും ഇല്ല. പോലീസുകാർ 2 പ്രാവശ്യം അന്വേഷിച്ചു വന്നിരുന്നു. അപ്പോഴാണ് നീ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് മനസ്സിലായത്. പിന്നെ ആ പഴയ ശിഖാമണിയായി ഈ നാടിനാവശ്യം. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം, അങ്ങനെ കണ്ടാൽ മതി. ശിഖാമണി, നിന്നെ SI സാർ അന്വേഷിക്കുന്നു. ഒന്ന് വാ. പോയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ആരെയെങ്കിലും വിളിച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം. ഹാ, ധൈര്യമായിട്ട് പോയിട്ട് വാടാ. എന്തു പറഞ്ഞാലും അവൻ അസാമാന്യ ധൈര്യമായിരുന്നു. പോലീസുകാർ അവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നിട്ട് ആ പാവത്തിന് പണി കൊടുത്തത് നമ്മൾ പോലീസുകാരെ തന്നെയല്ലേ സാറേ? അത് പിന്നെ നിയമമല്ലടോ. ഇവൻ രാത്രിയിലും കാട്ടിലൂടെ ഒറ്റയ്ക്ക് തന്നെയാണോ സഞ്ചാരം? സഞ്ചാരം മാത്രോ? അന്നും ഇന്നും ഈ ആത്മഹത്യക്കാരുടെ ഇഷ്ടസ്ഥലം ഈ കാട് തന്നെയാ. 10-20 കിലോമീറ്റർ നീളത്തിൽ പാളം നീണ്ടു നിന്ന് കിടക്കല്ലേ. എവിടെ വീണും ചാടാം, ചാവാം. ഇരടെ ഡ്രൈവറെ കണ്ടാലും സ്ഥലം അറിയില്ലല്ലോ. അന്നും ഇന്നും ഇവന്റെ വീടെത്തുമ്പോ ഹോൺ അടിക്കും. അതിലൊരു രസമുണ്ട് സാറേ. 3 ഹോൺ അടിച്ചാ ആള് ചാടിയെന്ന്. 2 ആണെങ്കിൽ മരം, 1 ആണെങ്കിൽ മൃഗം. ഏത് പാതിരാത്രിയാണെങ്കിലും അടുത്ത വണ്ടി വരുമ്പോഴേക്കും അവനത് മാറ്റിയിട്ടിരിക്കും. എന്നിട്ടെന്താ? ശവമാണെങ്കിൽ ഇൻക്വസ്റ്റ് വരെ തയ്യാറാക്കി ബോഡിയുമായിട്ട് അവനിവിടെ എത്തും. ഒറ്റയ്ക്കോ? പിന്നല്ല, തന്നെപ്പോലെ 3 ആളുടെ കൂട്ട് വേണമെന്നോ? എന്നാ സാറൊന്ന് പോയി നോക്കേ, വിവരം അറിയും. ദേ സാറേ, എന്റെ ശമ്പളത്തിൽ നിന്ന് 500 രൂപ പിടിച്ചു. എങ്ങനെയെങ്കിലും അവനിവിടെ നിർത്തണം. വാ. നീ പോയതിന് ശേഷമാ എല്ലാവർക്കും നിന്റെ വില മനസ്സിലായത്. മരം വീണാലും ആള് ചാടിയാലും കാടിനകത്തേക്ക് പോകാൻ ഇവറ്റകൾക്കൊക്കെ ധൈര്യം വേണ്ടേ? പിന്നെ അടുത്ത ദിവസം സകല സന്നാഹങ്ങളോടും കൂടി കാടിനകത്തോട്ടൊരു യാത്ര. പിന്നീട് പുതിയതാരും വന്നില്ല. പിന്നെ വരാതെ കൂടിയ 2 ദിവസം ജോലി വരെ വേണ്ടെന്ന് വെച്ച് ഓടുകയല്ലായിരുന്നു എല്ലാവരും. ഈ നീണ്ടുകിടക്കുന്ന കാടിനെ കീഴടക്കാൻ ശിഖാമണിയല്ലല്ലോ മറ്റാരും. വഴിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ പഴയ ലോക്കോ പൈലറ്റുമാർ ഇവിടെ എത്തുമ്പോൾ സൈറനടിക്കും. ശിഖാമണി ഇല്ലാന്നറിഞ്ഞിട്ടും അടുത്ത ദിവസം തടസ്സങ്ങൾ മാറുന്നതുവരെ ഈ വഴിക്കുള്ള യാത്ര മുടങ്ങാറാണ് പതിവ്. ആ, നേരം വൈകി. നീ എൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നുണ്ടോ? അവിടെ ആരുമില്ല. ഇല്ല മാഷെ. അപ്പം ശരിയടാ.
അമ്മേ എടുക്കണ്ടായിരുന്നു. டேய் இந்த மாதிரி வேஷம் கட்டிட்டு சந்தை வர வேணாம்னு சொன்னேன்ல. എപ്പോഴെങ്കിലും ഈ വേഷമൊന്നും ഇടണ്ടേ അണ്ണ? നിന്നോട് യാരാவது പറഞ്ഞ വേണ്ടാന്ന്. നീ ആ വഴിക്ക് വന്നിട്ട് ദേശത്രയടാ. ദേ അങ്ങനെ പറയല്ലേ അണ്ണ. എനിക്ക് വേണ്ടി അണ്ണ കാട്ടിപ്പോകുന്നു, അണ്ണന് വേണ്ടി ഞാൻ ചന്തയിൽ വരുന്നു. ചാക്ക് തലയിലിരിക്കുമ്പോ ഇങ്ങനെ സ്നേഹമില്ലാത്ത വർത്താനം പറയല്ലേ അണ്ണ. ഞാൻ ചങ്ക് പൊട്ടി ചാവും. സത്യം പറയാലോ, ഞാൻ ജീവിക്കുന്നത് തന്നെ അണ്ണന് വേണ്ടിയിട്ടാ. പുലിക്കോട് സാറേ പിടിച്ചടാ. ആ മരം കാട്ടിൽ വെട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഒരു പുതിയ കാര്യം പോലെ? നിനക്കെടുത്തോണ്ട് വരായിരുന്നില്ലേ? ആ അതാണല്ലോ എൻ്റെ ഒരു ശരിയില്ലേ? ശരിക്കും അതാണ് ശരി. വേണമെങ്കിൽ ഇവനെ വിളിച്ചോ. അപ്പോഴും നീ പോവല്ലേ? സാറ് പോകും. എന്നാ നമുക്ക് പോവാം. മാറി വച്ചു. ബാക്കിയുള്ളവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ രണ്ടെണ്ണം. ഇവനെന്തും വേറെ ഒരു ജോലിയില്ല. ആഹാ, ഇന്ന് ഹോളി ആയിരുന്നോ? ഹോളി 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 കെ പീച്ചേ ക്യാ ഹേ ഹോളി കെ ദേ അണ്ണ, അണ്ണനെ കൊണ്ട് അവന്മാർ വെറുതെ പണിയെടുപ്പിക്കുക. അവന്മാരുടെ വേണേ കാട്ടി പോകാൻ പറ. അല്ല പിന്നെ ദേഷ്യം വരൂലേ? നമ്മളടുത്ത കളി. അമ്മേ ഇതേത്? ഇന്ന് ഹോളി അല്ലായിരുന്നോ? ഒരു ചാക്കിറക്കിയതാ.